ശരി, ഞാൻ ചോദിക്കട്ടെ ശ്രീ എ കെ മഷറഫ്, ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഇപ്പോൾ എന്ത് വിവരം നൽകാൻ കഴിയും? ഏത് ഭാഗത്താണ് അവിടെ ഇപ്പോൾ പരിശോധന നടക്കുന്നത്? ഈ സിഗ്നൽ എന്തെങ്കിലും? ഇന്ന് നമ്മൾ ഇന്നലെ വരെ കരയിലുള്ള മണ്ണ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്നലെ നടന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ആ മണ്ണ് മാന്തൽ മൊത്തം കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയുണ്ടായി. ഇന്ന് രാവിലെ മുതൽ ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണും റഡാറും ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ കൃത്യമായ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ തട്ടുകട കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തട്ടുകട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു 10-12 മീറ്റർ മണ്ണ് ആഴത്തില് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ MLA ഇടപെട്ട്, സതീശയിൽ MLA ഇടപെട്ട്, അദ്ദേഹം തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മൾ അർജുനന് വേണ്ടി ഏറ്റവും ഇടപെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ബൂം നിറയുന്ന ഒരു 60 മീറ്റർ ദൈർഘ്യമുള്ള പുഴയിൽ നിന്ന് മണ്ണ് മാന്താൻ കഴിയുന്ന ഒരു യന്ത്രം കൂടി ഇവിടെ എത്തിച്ചേരും. അതോടുകൂടി എല്ലാ ടെക്നോളജി, അതിനിടയിൽ അവര് നമ്മളോട് പറഞ്ഞൊരു കാര്യം, രാവിലെ ഇന്നലെ ലിസ്റ്റ് കൊടുത്ത് 25ഓളം രക്ഷാപ്രവർത്തകരായിട്ടുള്ള മലയാളികളെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നു. ഞങ്ങളിപ്പോ സംസാരിച്ചവർ മാറ്റി നിർത്തിയതല്ല, ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റ് ആയി ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ആർമിയുടെ പരിശോധനയ്ക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പോട്ടിൽ ഇപ്പൊ വിസിറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. വീണ്ടും ആ പരിശോധനയുടെ ഒരു ഫലം ഒരു 2-3 മണിക്കൂറിനകം ഇന്നത്തെ ഈ ഡ്രോണും റഡാറും ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ നടത്തിയ പരിശോധനയുടെ ഒരു ഫലം എന്തായാലും നമുക്ക് അർജുനന്, നമ്മൾ ഇത്ര ദിവസം കാത്ത് പ്രതീക്ഷിച്ച അർജുനന് ലഭിക്കുന്ന ഒരു വാർത്ത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ തെരച്ചിൽ നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ശ്രീ അഷ്റഫ്, ഈ റോഡിൽ നിന്ന് പുഴയിലേക്ക് ആ മണ്ണ് വീണ് കിടക്കുന്ന ആ ഭാഗത്ത് ലോറി ഉണ്ടാവാം, ആ ഒരു സംശയമാണ് ഇപ്പോഴുള്ളത് അല്ലേ? അല്ലാതെ ഈ പുഴയുടെ മധ്യഭാഗത്തേക്ക് പോയിട്ടില്ല. അല്ല, ആ ഭാഗവും കൂടി നടക്കുന്നുണ്ട്. പുഴയിലും ആർമിയുടെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയും കൂടെ അവർ പുഴക്കകത്തും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലും പക്ഷേ ഈ സിഗ്നൽ തേടിയാണല്ലോ ഇപ്പോഴുള്ള ഈ പരിശോധനകളിൽ എന്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന്, അതിനുശേഷമല്ലേ ഈ മണ്ണ് നീക്കം ചെയ്യുകയുള്ളൂ? ഒരു സിഗ്നൽ അവര് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൂടി കാരണം അവര് ഇപ്പൊ നമ്മളോടൊന്നും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇന്നലെ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് റഡാർ കൊണ്ടുവന്നപ്പോൾ 1-2 സ്ഥലത്തുനിന്ന് നമുക്ക് അവര് പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ രാഘവട്ടൻ MP ഉണ്ടാന്ന് പറഞ്ഞ് സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞു, ലോറി പോലെയുള്ള ഒരു ലോഹത്തിന്റെ ആണ്. അവസാനം നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടുത്തെ ഈ ഇരുമ്പിന്റെ നല്ല അംശങ്ങളുള്ള പാറകളാണ്. അത് പെട്ടെന്ന് ആ രീതിയിൽ ഈ റഡാറിൽ സിഗ്നൽ തരുമ്പോൾ അത് പ്രയാസപ്പെടും. അവരൊന്നും വെളിപ്പെടുത്തിയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആഫ്റ്റർ 2 o'clock ലെറ്റ് മീ കോൺടാക്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. എന്തായാലും ഒരു 2 മണിക്കകം നമുക്ക് വീണ്ടും അവിടെ ഈ പരിശോധനയുടെ ഒരു ഫലം 2-3 മണിക്കകം നമുക്ക് എന്തായാലും ലഭിക്കും. ഈ കുറച്ചു മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പ് നേവി ഇങ്ങനെ ചെറിയ ബോട്ടുകളിലായിട്ട് പുഴയിലൂടെ സഞ്ചരിക്കുന്നത് കാണാമായിരുന്നു. അവർ ഈ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ടോ? അതിപ്പോഴും അതിപ്പോഴും നേവിയുടെ ആ പരിശോധന ബോട്ടുകളിലൂടെ അവര് നടത്തുന്നുണ്ട് തെരച്ചിൽ മറുഭാഗത്തായിട്ട്. അത് പുഴയുടെ പല ഭാഗങ്ങളിലാണ് അല്ലെ? ഗംഗാവളിയിൽ നടത്തുന്നുണ്ട് അവര്. അത് പുഴയുടെ പല ഭാഗങ്ങളിലായിട്ടാണ്. ആ പുഴയുടെ പല ഭാഗങ്ങളിലായി നടത്തുന്നുണ്ട്. ഈ നടുക്കൊരു നടുക്കല്ല ഏകദേശം 30 മീറ്റർ 40 മീറ്റർ അകലെയായിട്ട് തിട്ട രൂപ ഉണ്ടല്ലോ, ഇപ്പോൾ ആ ഭാഗത്ത് എന്താണ്? അവിടെ ഇല്ല എന്നാണ്. അതിപ്പോ ഞാനിപ്പോ അവിടെ സംസാരിച്ചപ്പോ അവിടെ 2 കേസ് അവർ ചുമതലപ്പെടുത്തിയ നയന എന്നറിയുന്ന ഇവിടുത്തെ ASP ഉണ്ട്. അവരോട് പറഞ്ഞപ്പോ ആർമി ഈ അതുകൂടി ഈ ബൂം നിറയുന്ന യന്ത്രം എത്തിയ ഉടനെ ആ മണ്ണ് മാന്തൽ കൂടി നടത്തും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ റോഡിൽ ബാക്കിയുള്ള മണ്ണ് പിന്നെ റോഡിൽ നിന്ന് പുഴയിലേക്ക് വീണ് കിടക്കുന്ന ആ ഭാഗത്ത് ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം അല്ലേ? അതെ. ശരി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഇതിൽ കിട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ശരി, നന്ദി ശ്രീ എ കെ മഷറഫ്. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. കാര്യങ്ങൾ വ്യക്തമാണ്. നേരത്തെ ബൈജുവുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ശ്രീ എ കെ മഷറഫ് അതിനൊരു സ്ഥിരീകരണവും നൽകുന്നുണ്ട്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ആ കാണുന്ന ഭാഗം, അതായത് ഇതല്ല, ഈ ഭാഗത്തല്ല, ഇവിടെ അല്പസമയത്തിന് ശേഷം ഇപ്പോൾ റോഡിൽ നിന്ന് പുഴയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ ഭാഗത്ത്, അതായത് നേരത്തെ ഒരു ചായക്കട ഉണ്ടായിരുന്ന ആ പ്രദേശത്ത്, അവിടുത്തെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കാം എന്നാണിപ്പോൾ പറയുന്നത്. അങ്ങനെയാണിപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്ന അധികാരികൾ, SP ഉണ്ട്, കളക്ടറുണ്ട്, അവർ ആ ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ